ഇത്രയധികം ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകളും ഒരാത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കേസുകളും ഉണ്ടായിട്ട് ഒരൊറ്റ കുറ്റപത്രം അദ്ദേഹത്തിന് നേരെ വരാതിരുന്നതാണ് നേരത്തെ CK വിദ്യാസാഗർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ, ഈ സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷണത്തെ, ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ മുഴുവനും പരിഹാസ്യമാം വിധം നിസ്സഹായരാക്കിക്കൊണ്ടാണ് ആ ഉന്നത സ്വാധീനം പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ. ഇനി നോക്കൂ, 2016 മുതൽ ഈ 2024 10 വർഷം പൂർത്തിയാക്കി മെയ് 20 ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഹൈക്കോടതി പറഞ്ഞത് ഈ കേസ് ഇങ്ങനെയാകാനുള്ള കാരണം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്തുകൊണ്ടാ? അതിന്റെ പ്രതിസ്ഥാനത്തുള്ള ആളുടെ പേരെന്താണ് എന്ന് നോക്കിയാൽ മതി. അതായത് വെള്ളാപ്പള്ളി നടേശനാണ് ആ കേസിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ പേര് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്രയും കാലം അന്വേഷണം എവിടെ എത്താതെയും കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെയും പോയത്.